ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എല്ലാവർക്കും ചെറിയൊരു വാണിംഗ് തരികയാണ്. ശ്വാസകോശം സ്പോഞ്ച് പോലെയാണ്, പുകവലി ആരോഗ്യത്തിന് ഹാനികരം എന്ന് പറയുന്നത് പോലെ തന്നെ ഹാർട്ട് പേഷ്യൻസ് ആയിട്ടുള്ള ആൾക്കാർ ദയവ് ഈ ഒരു വീഡിയോ കാണാണ്ടിരിക്കുക. കാരണം ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്നുള്ളത് എനിക്കറിയത്തില്ല. ഞാൻ പലപ്പോഴും എൻ്റെ പല വീഡിയോസിനകത്ത് ഞാൻ പറയാറുണ്ട്, ഈ ഒരു വീഡിയോ എൻ്റെ സ്ട്രെസ് റിലീഫിംഗ് ആയിരിക്കും, നിങ്ങൾക്കെല്ലാം സ്ട്രെസ് റിലീഫിംഗ് ആയിരിക്കും എന്നുള്ളത് നമ്മൾ പറയാറുണ്ട്. പക്ഷേ ഈ ഒരു വീഡിയോ ഡെഫിനറ്റ്ലി നോട്ട്. കാരണം നിങ്ങൾക്ക് ഇല്ലാത്ത സ്ട്രെസ്സും ഡിപ്രഷനും ഒക്കെ ഒരുപക്ഷെ ഈ ഒരു വീഡിയോ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് വന്നെന്ന് വരാം. അതിന് ഞാൻ ഉത്തരവാദിയല്ല. സോ നിങ്ങളുടെ ഉത്തരവാദിത്തത്തിൽ മാത്രം നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുക. ഞാനിത് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മളിവിടെ റിയാക്ട് ചെയ്യുന്നത് കാണാമുല്ല എന്ന് പറയുന്ന ഒരു മ്യൂസിക്കൽ ആൽബമാണ്. ഇതിൽ അഭിനയിച്ചേക്കുന്നത് മറ്റാരുമല്ല, വിവാദ നായികയായിട്ടുള്ള ലേഡി സൂപ്പർ സ്റ്റാർ രേണു സുധിയാണ് സുഹൃത്തുക്കളെ. അപ്പൊ നിങ്ങൾ എല്ലാവരും വിചാരിക്കും, രേണു സുധി അഭിനയിച്ചുകൊണ്ടല്ലാണ് നീ ഒരു മ്യൂസിക്കൽ ആൽബം കണ്ടെന്നുള്ളത്. ഒരിക്കലുമല്ല. കാരണം പുരുഷ വിഭാഗത്തിൽ നിന്നും സൂപ്പർ സ്റ്റാർ ആയിട്ടുള്ള അളിൻ ജോസ് പെരേര ഈ ഒരു മ്യൂസിക്കൽ ആൽബത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. ആൻഡ് ഈ ഒരു വീഡിയോയുടെ കമന്റ് ബോക്സിൽ എന്റെ പൊന്നിടാവേ ഒടുക്കത്തെ തെറിവിളിയായിരിക്കും. കാരണം മറ്റൊന്നുമല്ല, രേണു സുധി എങ്ങനെയെങ്കിലും ജീവിക്കട്ടെ, നിനക്ക് എന്താണ് പ്രശ്നം, മാങ്ങ തേങ്ങ ചക്ക, അങ്ങനെ കുറെ കാര്യങ്ങൾ ആൾക്കാർ പറഞ്ഞുകൊണ്ട് വരും. സോ എല്ലാവരും ഒരു കാര്യം മനസ്സിലാക്കുക, ഞാൻ ഇനി ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഒരു ഫൺ എന്റർടൈൻമെന്റ് എന്നുള്ള രീതിയിൽ വേണ്ടിയിട്ട് മാത്രമാണ്, അല്ലാതെ ആരെയും പേഴ്സണലി അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടല്ല. സോ ആ ഒരു സെൻസിൽ കാണാൻ പറ്റുന്ന ആൾക്കാർ മാത്രം ഈ ഒരു വീഡിയോ കാണുക, അല്ലാത്ത ആൾക്കാർ ഇപ്പൊ തന്നെ സ്കിപ്പ് ചെയ്ത് പോക്കോളൂ. ഓക്കെ, അപ്പൊ എന്ത് തന്നെയാണെങ്കിലും രേണുസുധി ഈക്വൽ ടു കോൺട്രവേഴ്സി എന്നാണല്ലോ സമവാക്യം. കാരണം എന്ന് വെച്ചാൽ രേണുസുധിയുടെ ഏതൊരു വർക്ക് ഇറങ്ങിയാൽ പോലും അതിന് മുന്നോടിയായിട്ടാണെങ്കിൽ ഒരു കോൺട്രവേഴ്സി ഇറങ്ങാറുണ്ട്. ആ ഒരു വർക്കിന് അത്യാവശ്യം നല്ല റീച്ച് കിട്ടാൻ വേണ്ടി ഒരു നെഗറ്റീവ് രീതിയിൽ. അതൊരു പക്ഷേ രേണുസുധി വേണമെന്ന് വെച്ച് ചെയ്യുന്നതായിരിക്കത്തില്ല, രേണുസുധിനെ മുന്നിൽ നിർത്തിയിട്ട് ആ ഒരു കൂലുള്ള ആൾക്കാർ രേണുസുധിനെ വെച്ച് ചെയ്യിപ്പിക്കുന്നതോ ആയിരിക്കാം. അപ്പൊ എന്ത് തന്നെയാണെങ്കിലും ഈ ഒരു മ്യൂസിക്കൽ ആൽബത്തിനും അത്തരം ഒരു കോൺട്രവേഴ്സി വന്നിട്ടുണ്ടായിരുന്നു സുഹൃത്തുക്കളെ. അത്ര വലിയ കോൺട്രവേഴ്സി ഒന്നുമില്ല, ചെറിയൊരു കോൺട്രവേഴ്സിയാണ്. നമ്മുടെ അളിൻ ജോസ് പെരേരയുടെ ലിപ് ലോക്ക് സീനുമായിട്ട് ബന്ധപ്പെട്ട ഒരു സംഭവമായിരുന്നു. എന്താണെന്നുള്ളത് നമുക്കൊന്ന് കണ്ടിട്ട് ബാക്കി വീഡിയോയിലോട്ട് പോകാം. ലിപ് ലോക്കിന്റെ സീന് നീ സ്ക്രിപ്റ്റിൽ പറഞ്ഞില്ലയോ? ഞങ്ങളത് ഞാൻ ചോദിച്ചു, നീ പറഞ്ഞില്ലയോ? വീഡിയോ എടുക്കില്ലേ? രേണുസുധി എന്ന് പറയുന്ന ആർട്ടിസ്റ്റിന്റെ വിലയുണ്ട് എന്നിങ്ങനെ എടുത്തെടുത്ത് ഇതിനകത്ത് രേണുസുധി തന്നെ ഇങ്ങനെ പറയുന്നുണ്ട്. ഒപ്പം തന്നെ ലിപ്ടോക്കിന്റെ എന്തോ സീന് കാര്യങ്ങളൊക്കെയാണ്, എന്ത് വിഷയമൊന്നും നമുക്കറിയത്തില്ല. എല്ലാവരും കൂടെ ഭയങ്കര അലപ്പാടില്ല. ആരെങ്കിലും ഒരാൾ നിന്ന് മരിക്ക് കാര്യം പറയണ്ടേ. എന്ത് തന്നെയാണെങ്കിൽ ഇതിന് ശേഷം വേറൊരു കാര്യം കൂടെ അവിടെ സംസാരിക്കുന്നുണ്ട് രേണുസുധി, അതുകൂടെ കൊണ്ട് വെക്കാം. ജസ്റ്റ് ഒരു ഉമ്മ, അതായത് ഇപ്പൊ ചുണ്ട് ജസ്റ്റ് ഇങ്ങനെ മുട്ടിക്കേണ്ട ഒരു സീൻ വന്നാൽ ഓക്കെ. പക്ഷെ ലിപ് ലോക്ക് ഡീപ്പ് ആയിട്ടില്ല, ലിപ്പ് തമ്മിൽ മുട്ടിയില്ല എന്നുള്ളൊരു സീനില്ലേ, ജസ്റ്റ് ഇത് ഇങ്ങനെയൊക്കെയാണ് ഞാൻ ഓക്കെയാണ്. പക്ഷെ ലിപ് ലോക്ക് ഡീപ്പ് അതൊന്നും നമ്മൾ ചെയ്യുന്നില്ല. ജസ്റ്റ് ചുണ്ടോട് മുട്ടിക്കുന്ന പരിപാടിയൊക്കെ ഓക്കെയാണ്, പക്ഷെ കടിച്ചു പറി പറ്റൂല എന്നുള്ളത് രേണുസുധി തന്നെ ഇവിടെ പറയുന്നത്. അതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണൽ ചോയ്സ് ആണ്, എന്താണ് ചെയ്യേണ്ടത് എന്നൊക്കെ ഉള്ളത്. അപ്പൊ ഇനി എന്ത് തന്നെയാണെങ്കിലും നമുക്ക് ആ ഒരു മ്യൂസിക്കൽ ആൽബത്തിലോട്ട് പോകാം. എല്ലാവരും സീറ്റ് ബെൽറ്റ് ഒക്കെ ഇട്ടിരുന്ന ഈ ഒരു വീഡിയോ കാണുക. കാര്യം മറ്റൊന്നുമല്ല, ഇതിനകത്ത് അഭിനയിച്ചിരിക്കുന്ന ആൾക്കാരുടെ ഒപ്പം തന്നെ കണ്ടിരിക്കുന്ന നമ്മളും ഒരുപക്ഷെ ഏറി പോകാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. സോ എല്ലാവരും പിടിച്ചിരിക്കുക. സോ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. പെട്ടിക്കട ആഡംസ് ക്രിയേഷൻസ് പ്രസൻസ് കാണാമുല്ലേ, കണ്ടു കളയാം. സോ ഇതാണ് കഥയിലെ നായികയുടെ കൂട്ടുകാരിയാണ് ഒപ്പം ഉള്ളത്. ചേട്ടാ റൂമില്ലേ ചേട്ടാ? അയ്യേ ചമ്മി പ്ലിങ്. അല്ല, പിന്നെ ഒരു കാര്യമുണ്ട്. ഒരു ഹോട്ടലോട്ട് ഒരു കസ്റ്റമർ വരുമ്പോഴത്തേക്കിന് റൂമും ബുക്ക് ചെയ്തിട്ട് കമ്പനി അടിക്കാൻ താല്പര്യമുണ്ടോ എന്നൊരു റിസപ്ഷനിസ്റ്റ് ചോദിച്ചു കഴിഞ്ഞാൽ അയാളുടെ പണി പോവില്ലേടേ. അതൊന്നും ശരിയല്ല കേട്ടോ.
മേക്കപ്പ് ഒക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ മേക്കപ്പ് നല്ല രീതിയിൽ ചെയ്ത് കൊടുത്തെന്ന് പറയാനുള്ള കാരണം എന്താ പറയുക, നമ്മുടെ കൺമണി എന്ന് പറയുന്ന ഷോർട്ട് ഫിലിമിലാണെങ്കിൽ അതിനകത്തൊരു നായകനുണ്ട്. ആദ്യം തന്നെ നാട് വിട്ടുപോകുന്നൊരു നായകൻ. ആ നായകൻ പൗഡർ ഇട്ടുകൊണ്ട് വന്നേക്കുന്നൊരു രംഗം നിങ്ങൾ ഓർക്കുന്നുണ്ടോ? അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇതൊക്കെ എത്രയോ ഫാർ ബെറ്റർ ആണ് അല്ലേ? അത്യാവശ്യം നല്ല ക്വാളിറ്റി ആയിട്ടാണ് ഈ സാധനങ്ങളൊക്കെ അവർ. പതിനെട്ട് വയസ്സിൽ താഴെയുള്ളവർ ഇപ്പം തന്നെ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്ത് പോവുക. അതുകൊണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റിയ വിഷ്വൽസ് അല്ല കേട്ടോ ഇനി അങ്ങോട്ട്. സ്വപ്നമായിരുന്ന അതും സ്വപ്നമായിരുന്നല്ലേ? ഞാൻ പിന്നെ പ്ലിങ്ങി. ആ ഇറങ്ങിപ്പോയവരൊക്കെ ഇങ്ങനെ കയറുക കേട്ടോ. 18 വയസ്സാവാത്തവർക്കും കാണാം. കൈ അടിച്ചോണ്ട് അവിടെ ഇരുന്നോ. പിന്നെ സ്വപ്നം, നമ്മുടെ നായകനൊരു സ്വപ്നേശാണ് കേട്ടോ. എന്തോ നോക്കിയാലും സ്വപ്നം. 24 മണിക്കൂർ അങ്ങ് ആ കൂട്ടുകാരിയോടുള്ള ആ ഒരു കെയറിങ് അല്ലേ രേണുസുധിയുടെ. എന്തിനാണെങ്കിലും ഒരു സഹോദരിയെ പോലെ കണ്ടിട്ട് ഒരു അന്യപുരുഷന്റെ ഒപ്പം സംസാരിക്കുന്നത്, അത് ഇഷ്ടപ്പെടാതെ വിളിച്ചുകൊണ്ട് പോകാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത്രത്തോളം സ്നേഹമുള്ളൊരു കൂട്ടുകാരിക്ക് മാത്രമേ അങ്ങനെ സാധിക്കുകയുള്ളൂ. നിങ്ങൾക്കുണ്ടോ ഇത്തരത്തിലുള്ള ഒരു കൂട്ടുകാരികൾ? എനിക്കതെല്ലാം ഇഷ്ടപ്പെട്ടു. കാര്യം അവർക്കിടയിലുള്ള ഒരു സൗഹൃദം, ആ ഒരു ബോണ്ട്, അത് സത്യം പറഞ്ഞാൽ വളരെ അടിപൊളിയായിട്ടുള്ളൊരു കാര്യം തന്നെയാണല്ലേ. ആ ചോദിക്കാം അങ്ങോട്ട്, അത്രയേ ഉള്ളൂ. പക്ഷെ ഈ ചോദിക്കുന്ന രീതി കണ്ടിട്ട് ഞാൻ വേറെ എവിടെയോ കണ്ട പോലെ. ചെങ്ങോട്ട് കിടച്ച നീ എന്തിനാണ് നിന്റെ ദുഷിപ്പെല്ലാം കൂടെ എന്റെ നേർക്ക് തീർക്കാൻ പറ്റുന്ന പരമച്ചെറ്റ നാറി. നിന്നെ ആർക്ക് വേണം? എന്താണേലും കുഴപ്പമില്ല. 24 മണിക്കൂർ സ്വപ്നം കണ്ടുകൊണ്ട് കിടക്കുന്ന ഇങ്ങനത്തെ ഒരു സ്വപ്നേശിനെ ആരാണെങ്കിലും 2 വർത്താനം പറഞ്ഞു പോ. അല്ല ഇപ്പൊ എന്താ നമ്മൾ കണ്ടേ?
എന്തോ ഒരു തകരാറ് പോലെ അല്ലേ? നമുക്ക് ബാക്കിയും കൂടെ കണ്ടു നോക്കാം. എടോ, ബാക്കിയും കൂടെ കണ്ടു നോക്കാന്നാ പറഞ്ഞ, അല്ലാതെ ബാക്കി കണ്ടു നോക്കാന്നല്ല. നമ്മടെ രേണുസുതിയല്ലേ ഇത്? അല്ല, തുടക്കത്തിൽ എന്തൊക്കെയോ പറഞ്ഞിരുന്നല്ലോ. ലിപ്പ് തമ്മി മുട്ടിയില്ല എന്നുള്ളൊരു സീനില്ലേ, ജസ്റ്റ് ഇത് ഇങ്ങനെയൊക്കെയാണ് ഞാൻ ഓക്കെയാണ്. ഇങ്ങനെ നായകനായിട്ട് ചുണ്ടും ഇങ്ങനെ കോർത്ത് കടിച്ചു പറയില്ല, ഡീപ്പായിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അല്ല, പിന്നെ ഒരു കാര്യമുണ്ട്, അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് എങ്ങനെ ഒക്കെ ചെയ്യണമെന്നൊക്കെ ഉള്ളത്. അല്ല, പിന്നെ ഒരു കാര്യമുണ്ട്, നായകന്റെ കാര്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, നായികയുടെ കാര്യം പറഞ്ഞിട്ടില്ല. എന്നാലും ഇതൊക്കെ എപ്പോ? എന്താ മറ്റതാ ആര് എന്ത് പോടാ. അല്ല, അതിന്റെ കാര്യം പറയാൻ പറ്റേ, മറ്റതോ മറിച്ചതോ എന്തോ ആയിക്കോട്ടെ, അളിഞ്ചോസ് പെരേര ഇവിടുത്തെ ആരാണ്? റിസപ്ഷനിസ്റ്റ് അല്ലേ? ഇവിടെ അവിടെ ഹോട്ടലിൽ റൂം എടുത്ത ഒരാളുടെ റൂമിലോട്ട് പോയിട്ട് ഒളിഞ്ഞു നോക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്നും ശരിയായിട്ടൊരു മോശമായിട്ടുള്ള കാര്യമുണ്ട്. ഇതിന് നല്ല പണിഷ്മെന്റ് അളിഞ്ചോസ് പെരേരക്ക് കിട്ടണം. ഞാൻ കണ്ടതാന്ന്. കലീജ് റെസിഡൻസി, AC നോൺ AC റൂംസ്, വൈഫൈ, പെരിന്തൽമണ്ണ. അല്ല, ഇത് ഒരു പ്രൊമോഷണൽ ആൽബം സോങ് ആയിരുന്നു അല്ലേ? ഇങ്ങനെ എന്തായാലും നന്നായിട്ടുണ്ട്, നിങ്ങൾ ഉദ്ദേശിച്ച കാര്യമൊക്കെ വളരെ നന്നായിട്ടുണ്ട്. അയ്യോ പോവല്ലേ കേട്ടോ, തീർന്നിട്ടില്ല, ഇനിയുണ്ട്. ഇനി എന്താന്നുള്ളത് നോക്കട്ടെ. ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല്, അതായത് ഈ ഒരു മ്യൂസിക്കൽ ആൽബം എന്ന് പറയുന്നത് വെറും 10 മിനിറ്റ് മാത്രമാണുള്ളത്. പക്ഷേ ആദ്യത്തെ 5 മിനിറ്റ് നമ്മുടെ സ്വപ്നകുമാരന്റെ ആണെങ്കിൽ സ്വപ്നം മൊത്തം കാണിച്ചുകൊണ്ടിരിക്കുന്നത്. സെക്കൻഡ് ഹാഫിലും അതേ സ്വപ്നം തന്നെ വീണ്ടും റീക്രിയേറ്റ് ചെയ്യാണ്. കാര്യം മറ്റേതാണെന്നുള്ളത് അറിഞ്ഞല്ലോ. അപ്പം അതുകൊണ്ട് ഞാൻ വീണ്ടും അത് അത്രയും വലിച്ചു നീട്ടി കാണിക്കുന്നില്ല, വേണ്ടുന്ന കുറച്ച് ഭാഗങ്ങൾ മാത്രം നിങ്ങളെ കാണിക്കാം. അങ്ങനെ ഇത് അവരുടെ റീ എൻട്രി ആണ് സുഹൃത്തുക്കളെ. തണുപ്പൊക്കെ ആവുമ്പോ നമുക്ക് സുഖമായിട്ട് കിടക്കാം. നല്ലതാണ്, നമുക്ക് പുതച്ചു മൂടി. താല്പര്യക്കാടും തൊട്ടടുത്ത ഒരാളുമായിട്ട് കമ്പനി അല്ലേ, അവിടെ അവര് വേറെ പരിപാടിയാ. പക്ഷെ ഇത് ഇവരൊന്നും അറിയുന്നില്ലല്ലോ, നമ്മളും അറിഞ്ഞില്ല. അറിയാവൂല. പക്ഷെ ആ കൊച്ചിന്റെ കൂടെ വന്ന പെൺകൊച്ച് ഭയങ്കര പാരയാന്നേ. അർഷിന്റെ ചില്ലമേലെ ആലേഖനം ചെയ്തു കണ്ടാൽ എത്ര നല്ല പിള്ളേര്. ഇത് കാണുമ്പോ അളിയനും വിചാരിച്ചു, നമ്മളും വിചാരിച്ചു ഒരു ലുക്കൊക്കെ കൊടുത്തല്ലേ സെറ്റായി, മറ്റേ സ്പാർക്ക് അടിച്ചെന്ന് വിചാരിച്ചു. പക്ഷെ ഇവര് സുസർക്കട്ടാണെന്നുള്ള അവസാനമല്ലേ നമ്മൾ അറിഞ്ഞത്. നിന്റെ നാമമേ ജന്മജന്മാന്തരങ്ങൾ അനുരാഗങ്ങൾ. അല്ല, ഈ സമയത്ത് എന്തിനായിരുന്നു ആ വെള്ളം? ചിന്തിക്കാൻ ഒരുപാടുണ്ടേ. അല്ല, ഇത് നമ്മുടെ സ്വപ്നം കണ്ടത് തന്നെയാണോ അതോ മറ്റെന്തെങ്കിലും ഡയറക്ടർ ബ്രില്യൻസ് ആണോ? കാര്യം സ്റ്റോറി ലൈൻ ഇങ്ങനെ ആയതുകൊണ്ട് നമുക്ക്
എന്ത് പോടാ ഞാൻ കണ്ടതാന്ന്. ആൻ ആൽബം ബൈ ഷാഹിദ് പുത്തനത്താണി. ഖലീജ് റെസിഡൻസി AC non-AC റൂംസ്. സോ ഇങ്ങോട്ടേക്ക് കോൺടാക്ട് ചെയ്താൽ മതി. എന്തായാലും നിങ്ങളുടെ ഒരു ഡെഡിക്കേഷൻ ലെവൽ സമ്പാദിച്ചിരിക്കുന്നു. മികച്ചത്. എനിക്ക് പറയാൻ വാക്കുകൾ കിട്ടുന്നില്ല. കാര്യം വാക്കുകൾക്കും അതീതമാണ് ഈ ഒരു മ്യൂസിക്കൽ ആൽബം. കാരണം അമ്മാതിരി രീതിയിൽ പണി വെച്ചിരിക്കേ എന്തിനാണെങ്കിലും കൊള്ളാം. പക്ഷേ ക്വാളിറ്റിയുടെ കാര്യത്തിൽ ഇവർ ഒരു കോംപ്രമൈസും ചെയ്തിട്ടില്ല. അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ തന്നെയാണ് പരിപാടി ഇവർ സെറ്റ് ചെയ്തേക്കുന്നത്. ആസ് എ ഹോൾ ഈ ഒരു മ്യൂസിക്കൽ ആൽബത്തെ പറ്റിയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഹാഫ് നമ്മുടെ സ്വപ്നേഷിന്റെ സ്വപ്നം കാണലായിരുന്നു. സെക്കൻഡ് ഹാഫ് വീണ്ടും ആ സ്വപ്നം കണ്ടതിന്റെ സ്വപ്നം കാണലായിരുന്നു സെക്കൻഡ് ഹാഫ്. എന്ത് തന്നെയാണെങ്കിലും ഒരു സ്വപ്നമയം. പിന്നെ എന്ത് തന്നെയാണെങ്കിലും അലിൻജോസ് പെരേര വാസ് സൂപ്പർ. ജസ്റ്റ് പൊളി മാൻ, വേറെ ലെവല് മാൻ. കാരണം ആ നടന വിസ്മയായിരുന്നു. കാര്യം ഒളിഞ്ഞു നോക്കിയപ്പോൾ എന്റെ പൊന്നടാവേ. എന്തായാലും കൊള്ളാം. ഇതിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നുള്ളത് തീർച്ചയായും കമന്റ് ബോക്സിൽ പറയാം. നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അപ്പം ശരി.